മാരാമൺ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണമില്ല. വി ഡി സതീശന് മാരാമൺ കൺവെൻഷനിൽ ക്ഷണമെന്ന രീതിയിൽ സതീശൻ അനുകൂലികൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. സതീശൻ മാരാമൺ കൺവെൻഷനിൽ എന്ന രീതിയിൽ PR വർക്കും നടത്തി. ഇതിനുശേഷമാണ് PR പ്രചരണം കളവാണെന്ന് തെളിയുന്നു. ഇവരുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഇത്തരത്തിൽ ആദ്യം പ്രചരിപ്പിക്കുന്നു, പിന്നെ അത് കളവാണെന്ന് മനസ്സിലാകുന്നു. എന്താണ് ഇപ്പോൾ സഭ പറയുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെ? അതിന് ഇക്കാര്യത്തിൽ സഭ വ്യക്തമാക്കുന്നുണ്ട്. സതീശിനെ മാരാമൺ കൺവെൻഷനിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടില്ല. 130ാമത്തെ മാരാമൺ കൺവെൻഷനാണ് ഇത്തവണ നടക്കുന്നത്. അതായത് ഒരു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ളത്, 1.5 നൂറ്റാണ്ടിലേക്ക് അടുത്തു നിൽക്കുന്ന ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മ കൂടിയാണ് മാരാമൺ കൺവെൻഷൻ. അതിലേക്ക് സതീശിനെ ക്ഷണിച്ചിട്ടില്ല എന്ന് സഭ നേതൃത്വം വ്യക്തമാക്കുകയാണ്. നേരത്തെ ഈ സതീശിന് മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണം എന്ന രീതിയിൽ വലിയ തരത്തിൽ PR വർക്കുകൾ നടത്തുന്നു. അത് PR ഏജൻസി മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സതീശിന് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ മാത്രമല്ല ഇത്തരം ഒരു പ്രചരണം നടത്തിയത്. പകരം കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെ സതീശിന് മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണം എന്ന തരത്തിലേക്ക് വാർത്തകൾ വരികയും ചെയ്തിരുന്നു. ഇത് സതീശിന്റെ ഓഫീസിൽ നിന്ന് ചില ആളുകൾ, സതീശൻ അനുകൂലികൾ തന്നെ തയ്യാറാക്കി കൊടുത്ത കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇത്ര വാർത്ത നൽകിയെന്ന് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് സതീശിന്റെ ഓഫീസിൽ നിന്ന് ക്ഷണമുണ്ടെന്ന വാർത്ത നൽകിയായിട്ട് ഇന്നലെ ചില മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് സതീശനെ മാരാമൺ കൺവെൻഷന്റെ ഭാഗമായി യുവജന വേദിയുണ്ട്. മാരാമൺ കൺവെൻഷനിൽ സാധാരണഗതിയിൽ അവിടെ വൈദികരെ അല്ലെങ്കിൽ മറ്റ് സഭകളുടെ തിരുമേനിമാർ, വിദേശത്തുള്ള സുവിശേഷകരെയൊക്കെയാണ് ക്ഷണിക്കാറുള്ളത്. അതിന് 130 വർഷത്തെ ചരിത്രത്തിൽ അപൂർവം ചില അവസരങ്ങൾ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ബന്ധമുള്ളവർ ഈ മാരാമൺ കൺവെൻഷന്റെ വേദിയിലേക്ക് എത്തി ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളൂ. അത് സാധാരണഗതിയിൽ അത്തരം രാഷ്ട്രീയക്കാർക്ക് ഇടം ലഭിക്കുന്നത്, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഐക്യനായി നിൽക്കുന്നവർക്ക് ഇടം ലഭിക്കുന്നത് മാരാമൺ കൺവെൻഷന്റെ യുവജന വേദിയിലാണ്. ഈ യുവജന വേദിയിലേക്ക് സതീശനെ ക്ഷണിക്കാൻ യുവജന സഖ്യത്തിൽ ചില ആളുകൾ ആലോചിക്കുകയും അങ്ങനെ അവർ സതീശിന്റെ ഓഫീസിൽ വിളിച്ച ഇന്ന ദിവസം ഒഴിവുണ്ടോ എന്ന കാര്യങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സഭയിൽ നിന്ന് ചില ആളുകൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവജന സഖ്യവും അതുപോലെ തന്നെ സഭയുടെ സുവിശേഷ സംഘവും കൂടിയാണ് യുവജന വേദിയിൽ ആരെയൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കുന്നത്. അത്തരം തീരുമാനിച്ചവരെ 5 പേരുടെ പട്ടിക തയ്യാറാക്കി സതീശിന്റെ പേരുണ്ടായിരുന്നു. അതിനുശേഷം മർത്തോമ മെത്രോപ്പൊലീത്തയ്ക്ക്, തിയോഡീസിസ് മെത്രോപ്പൊലീത്തയ്ക്ക് പട്ടിക നൽകിയപ്പോൾ അതിൽ 3 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി, മറ്റൊരു വക്കീല്, മറ്റൊരു സഭയുടെ തിരുമേനിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഒഴിവാക്കിയ 2 പേരുടെ പട്ടികയിലാണ് സതീശൻ ഇപ്പോൾ. അതായത് യുവജന സഖ്യത്തിന്റെ യുവജന വേദിയിൽ പങ്കെടുക്കുന്നവരുടെ ചുരുക്കപ്പട്ടികയിൽ മാത്രമാണ് സതീശൻ ഇടം പിടിച്ചത്. ആ ചുരുക്കപ്പട്ടികയിൽ നിന്ന് പിന്നീട് അതിലെ അന്തിമ തീരുമാനത്തിലെടുക്കുമ്പോൾ സതീശനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അങ്ങനെ സതീശനെ ക്ഷണിക്കാതെ സതീശനെ ക്ഷണം എന്ന രീതിയിൽ വാർത്തയാണ് പ്രചരിച്ചതാണ് സഭയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്ന പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് മാരാമൺ കൺവെൻഷനിലേക്ക് സതീശൻ ക്ഷണം എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നത് കൃത്യമായി NSS സതീശനെ ഒഴിവാക്കിയെന്ന ഒരു വാർത്ത വരുന്ന ഘട്ടത്തിലാണ്. മാത്രമല്ല SNDPയും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും സതീശനെതിരായി ചില കാര്യങ്ങൾ തുറന്ന് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ മാരാമൺ കൺവെൻഷനിൽ തനിക്ക് ക്ഷണമുണ്ട തരത്തിൽ ഉള്ള അവകാശവാദമാണ് സതീശന്റെ അടുപ്പക്കാരും ചില ആളുകളും പറയുന്നത്. സതീശന് ചെറിയ സൂചന പല പരിപാടികളിലും സതീശന്റെ ക്ഷണമില്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി ഇത്തരത്തിൽ ക്രൈസ്തവരുടെ പിന്തുണ കൂടി സതീശനുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണോ ഈ സതീശൻ അനുകൂലികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. അതായത് NSSും അതുപോലെ SNDPയൊക്കെ സതീശനെ തള്ളുമ്പോൾ തനിക്ക് ക്രൈസ്തവരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഇത്തരം ഒരു പ്രചരണമായി സതീശൻ അനുകൂലികളും അതിനെ കൂട്ടുപിടിക്കാൻ ചില മാധ്യമങ്ങളെയും അവർ, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൊണ്ട് അത്തരം വാർത്ത കൊടുപ്പിച്ചത്. അതായത് മാധ്യമങ്ങൾ അത്തരത്തിൽ സതീശനുമായി ബന്ധപ്പെട്ട വാർത്ത സതീശൻ്റെ ഓഫീസുമായി ബന്ധപ്പെടാതെ ശൂന്യാകാശത്തിനടുത്ത് വാർത്ത കൊടുക്കുന്ന പതിവില്ല. അപ്പോൾ അത്തരത്തിലൊരു വാർത്ത സതീശന് മാരാമൺ കൺവെൻഷന്റെ ചരിത്രത്തിൽ ഇടം എന്ന തരത്തിൽ, അതായത് മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുന്നവരുടെ പട്ടികയിൽ പോലും സതീശനെ പറ്റി സഭ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ സതീശൻ ഉൾപ്പെട്ടത് ഈ യുവജന വേദിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ 5 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ നിന്ന് 3 പേരാണ് തിരഞ്ഞെടുത്തത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഭയോട് കൂടിയാലോചന നടത്താതെ സഭയുടെ നേതൃത്വം തീരുമാനിക്കാതെ ഇത്തരത്തിൽ ഒരു വ്യാപക പ്രചരണം നടത്തിയതുകൊണ്ട് തന്നെ ആയിരിക്കാം യുവജന വേദിയിൽ പങ്കെടുപ്പിക്കാനുള്ള 5 പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് പോലും സതീശനെ ഒഴിവാക്കിയത്. അങ്ങനെ സതീശൻ അനുകൂലികൾ നടത്തുന്ന ഈ PR വർക്ക് സതീശൻ തിരിച്ചടിയാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സഭയിൽ നിന്ന് വലിയ എതിർപ്പ്, അതായത് സഭ ഔദ്യോഗികമായി ക്ഷണിക്കാതെ അല്ലെങ്കിൽ സഭാ നേതൃത്വവും മർത്തോമ സഭയെ സംബന്ധിച്ചോളം തിയോഡീസിസ് മെത്രോപ്പൊലീത്തയാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരമാധ്യക്ഷനാണ്. പരമാധ്യക്ഷന്റെ അനുമതിയോ അല്ലെങ്കിൽ അത്തരം തീരുമാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പെയാണ് മർത്തോമ സഭ ഇങ്ങനെ ക്ഷണിച്ചു എന്ന തരത്തിൽ PR വർക്കുകൾ വരുന്നത്. ഒരുപക്ഷെ അതിൻ്റെ കൂടെയൊക്കെ അതിർത്തി കൂടി കണക്കാക്കിയായിരിക്കാം ഈ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച യുവജന വേദിയിൽ പോലും സതീശനെ പങ്കെടുപ്പിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഒരു രാഷ്ട്രീയ പാപ്പുരത്വമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് ക്ഷണിക്കപ്പെടാത്ത
സ്ഥലത്ത് ക്ഷണിക്കപ്പെട്ടു എന്ന വാർത്ത പ്രചരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ വല്ലാതെ ആ വാർത്ത പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിന് നാണംകേട് കൂടിയാണ് അതിര. എന്തായാലും തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സതീശന് തന്നെ തിരിച്ചടിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായിട്ടും സതീഷിന് ഇത്തരം ഒരു കാര്യം തിരിച്ചടിയാണ്. ഇനി സതീഷിന്റെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടാകേണ്ടത്. ഈ കാര്യത്തിൽ എന്താണ് വ്യക്തത വരുത്തേണ്ടത്? സതീശൻ പക്ഷേ നേരത്തെ NSS ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ കാണുമ്പോൾ തന്നെ ധാരാളം ക്രൈസ്തവ സഭകളും മറ്റ് സമുദായ സംഘടനകളൊക്കെ ക്ഷണിക്കാറുണ്ട്, മർത്തോമക്കാരും ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഈ മാരാമൺ കൺവെൻഷനെയാണോ സതീഷിന് ഉദ്ദേശിച്ചതെന്നും ആണോ എന്ന കാര്യം സതീഷിനാണ് വ്യക്തമാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ക്ഷണിക്കപ്പെടാത്തൊരു സ്ഥലത്ത് മാരാമൺ കൺവെൻഷന്റെ വേദിയിൽ ക്ഷണമില്ലാത്തടത്ത് എന്തുകൊണ്ട് ഇത്തരമൊരു വാർത്ത വന്നു? സ്വാഭാവികമായിട്ട് വലിയ തരത്തിൽ ഇത്തരമൊരു വാർത്ത സതീഷിന് ക്ഷണം എന്ന തരത്തിൽ വാർത്ത വരുമ്പോൾ ക്ഷണിച്ചില്ല എങ്കിൽ സതീഷിന്റെ ഓഫീസ് പ്രതികരിക്കേണ്ടതാണ്. തന്നെ ക്ഷണമില്ല, അത്തരം വാർത്ത പിൻവലിക്കണം. അത്തരത്തിലൊരു വാർത്താക്കുറിപ്പോ ഒന്നും തന്നെ സതീഷിന്റെ ഓഫീസ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെയും പുറത്തിറക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം VD സതീഷിന്റെ ഓഫീസും ഈ ക്ഷണമുണ്ടെന്നുള്ള കാര്യം അനൗദ്യോഗികമായെങ്കിലും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ആലോചിച്ചതുപോലും സഭ അല്ലെങ്കിൽ സഭയിൽ നിന്ന് യുവജന സഖ്യ നേതാക്കൾ ആലോചിച്ചത്, അത് വിളിച്ചതുമല്ല, ആലോചിച്ചതുപോലും യുവജന വേദിയിൽ പങ്കെടുക്കാനുള്ള അവസരത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ അതിനെ പങ്കെടുപ്പിക്കുന്നതിനെ പറ്റിയാണ്. എന്നാൽ ആ പങ്കെടുപ്പിക്കുന്ന ചുരുക്കപ്പട്ടികയിൽ മാത്രം ഇടപെടിച്ചത് പിന്നീട് ആ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുത്തപ്പോൾ സതീഷിന്റെ പേരില്ല, സതീഷിനെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അതിര. ശരി, സുജൂറ്റി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.